സെപ്റ്റംബർ 19 വിശുദ്ധ ജാനുവാരിയൂസ് രക്തസാക്ഷി. AD 305 രക്തസാക്ഷിത്വം. ജാനുവാരിയൂസ് പ്രസിദ്ധനായ ഒരു അത്ഭുത പ്രവർത്തകനാണെങ്കിലും ജീവചരിത്ര വിവരങ്ങൾ തുച്ഛമായിട്ടേ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം നേപ്പിൾസിൽ ജനിച്ചുവെന്നും ബെനവെന്തോയിലെ മെത്രാനായിരുന്നുവെന്നും പറയപ്പെടുന്നു. ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ മതപീഡനം കൊടുമ്പിരി കൊള്ളുന്ന കാലമായിരുന്നു അത്. മിസേനോയിലെ ഡീക്കൺ സോസിയൂസ്, പുസുവോയിലെ ഡീക്കൺ പ്രോക്കൂളൂസ് തുടങ്ങിയ ഏതാനും ഡീക്കന്മാരെയും അൽമായരെയും അറസ്റ്റ് ചെയ്ത് വധിക്കാൻ പോകുന്നുവെന്ന് കേട്ടപ്പോൾ ബിഷപ്പ് ജാനുവാരിയൂസ് അവരെ ആശ്വസിപ്പിക്കാൻ ചെന്നു. ഫലം രക്തസാക്ഷിത്വമായിരുന്നു. കാരാഗൃഹത്തിൽ അടച്ചിരിക്കുന്നവരെ ഒരു വലിയ ക്രിസ്ത്യാനി സന്ദർശിച്ചുവെന്ന് കാവൽക്കാർ പറഞ്ഞു. ആ വിവരം കണക്കിലെടുത്ത് ജാനുവാരിയൂസ് മെത്രാനെ അറസ്റ്റ് ചെയ്തു. കൂടെ അദ്ദേഹത്തെ സന്ദർശിച്ച ഡീക്കൺ ഫെസ്റ്റൂസിനെയും ദെസിദെരാത്തൂസ് എന്ന ഷമ്മാശനെയും അറസ്റ്റ് ചെയ്യുകയുണ്ടായി. 3 പേരെയും മൃഗങ്ങൾക്ക് ഇട്ടുകൊടുക്കാൻ ചക്രവർത്തി ആജ്ഞാപിച്ചു. വന്യമൃഗങ്ങൾ അവരെ തൊട്ടില്ല. ഉടനെ ശിരസ് ഛേദിച്ച് കളയാൻ കൽപ്പനയുണ്ടായി. വിശുദ്ധ ജാനുവാരിയൂസിൻ്റെ തിരുശേഷിപ്പ് നേപ്പിൾസിന് ലഭിച്ചു. നേപ്പിൾസിൻ്റെ സ്വർഗീയ മധ്യസ്ഥനാണ് ജാനുവാരിയൂസ്. നേപ്പിൾസ് ദേവാലയത്തിലെ ഭണ്ണാകാരമെന്ന് വിളിക്കുന്ന കപ്പേളയിൽ 2 സ്ഫടിക പേടകങ്ങളിൽ ജാനുവാരിയൂസിൻ്റെ രക്തമുണ്ട്. വേറൊരു പാത്രത്തിൽ ശിരസ്സുമുണ്ട്. ശിരസ്സും രക്തവും അടുത്തു വരുമ്പോൾ രക്തം ഉരുകുന്നു. സാധാരണയായി ഇത് സംഭവിക്കുന്നത് വിശുദ്ധൻ്റെ തിരുനാൾ ദിവസവും മെയ് 1-ാം തീയതിയുമാണ്. പുസോളിൽ നിന്ന് വിശുദ്ധൻ്റെ അവശിഷ്ടം നേപ്പിൾസിലേക്ക് കൊണ്ടുവന്നത് മെയ് ദിനത്തിലാണ്. മറ്റു ചില പ്രധാന ദിവസങ്ങളിലും ഈ അത്ഭുത സംഭവം ആവർത്തിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ ബ്ലഡ് ബാങ്കിൻ്റെ സ്വർഗീയ രക്ഷാധികാരിയാണ് വിശുദ്ധ ജാനുവാരിയൂസ്. വചനം തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 2-3 വാക്യങ്ങൾ. കർത്താവിൻ്റെ ദിവസം വന്നു കഴിഞ്ഞുവെന്ന് സൂചിപ്പിക്കുന്ന പ്രവചനത്താലോ പ്രസംഗത്താലോ ഞങ്ങളുടേതെന്ന് അവകാശപ്പെടുന്ന ലേഖനത്താലോ നിങ്ങൾ പെട്ടെന്ന് ചഞ്ചലചിത്തരും അസ്വസ്ഥരുമാകരുത്. ആരും നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ. എന്തെന്നാൽ ആ ദിവസത്തിനു മുമ്പ് വിശ്വാസത്യാഗമുണ്ടാവുകയും നാശത്തിൻ്റെ സന്താനമായ അരാജകത്വത്തിൻ്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. വിചിന്തനം. നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്താൻ ദൈവം പല സന്ദർഭങ്ങളിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. നാം അവയെ ഗൗനിക്കുന്നുണ്ടോ? പലയിടങ്ങളിലും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും യേശുക്രിസ്തുവിൻ്റെയും ചിത്രങ്ങളിലും രൂപങ്ങളിലും രക്തം വാർന്നവയെക്കുറിച്ച് നാം കേൾക്കാറുണ്ട്. ദൈവം സംസാരിക്കുന്നവയെക്കുറിച്ച് നാം കേൾക്കാറുണ്ട്. വിശ്വസിക്കുന്നവർക്ക് അവ രക്ഷയിലേക്ക് നയിക്കുന്ന ചൂണ്ടുപലകകളും അവിശ്വസിക്കുന്നവർക്ക് അത് കേവലം സംസാര വിഷയവുമാണ്. എല്ലാം ദൈവത്തിൽ നിന്നാവണമെന്നില്ല. എങ്കിലും സഭ അനുശാസിക്കുന്ന, സഭ അനുവദിച്ചിട്ടുള്ള വിശ്വാസ സത്യങ്ങൾ നാം ഏറ്റെടുക്കുകയും ദൈവത്തോട് ചേർന്നിരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെ. അത് നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്നവയാണ്.